പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വിശ്വകിരീടത്തിനായുള്ള പോരാട്ടത്തിൽ കേരളത്തിലും ആവേശമാണ് പൊട്ടി. സംസ്ഥാനത്തിന്റെ മുക്കും മൂലയും ഫുട്ബോൾ പ്രേമികളാൽ നിറഞ്ഞു. തോൽവിക്കു ശേഷം ഫുട്ബോളിന്റെ മിശിഹ കരഞ്ഞപ്പോൾ ആരാധകരും ഒപ്പം കരഞ്ഞു. അർജന്റീനയുടെ മോശം പ്രകടനത്തിൽ രോഷമടക്കാത്ത ആരാധകരെയും നമ്മൾ കണ്ടു. അത്തരം കാഴ്ചകളിലേക്കാണ് ഇനി. സ്പെയിൻ ചാമ്പ്യനായതിന്റെ സന്തോഷത്തിലാണ് ആരാധകർ എല്ലാവരും ഉള്ളത്. ഇത്ര സന്തോഷ ദിവസം ഇനി ലൈഫിലില്ല. അത്ര അടിപൊളിയായിരുന്നു. അങ്ങനെ 16 വർഷത്തിന് ശേഷം സ്പെയിൻ വീണ്ടും ചാമ്പ്യൻ. ഇനിയസ്റ്റയ്ക്ക് കൊടുക്കാനുള്ള വേൾഡ് കപ്പ് വിജയമായിട്ട് ഞങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നു. ഇനിയസ്റ്റയുടെ കാര്യം പറഞ്ഞപ്പോഴാണ്, ഇനിയസ്റ്റ മാത്രമല്ല എല്ലാവരും, സെർജിയോ റാമോസും സാവി എല്ലാവരും അവിടെ കൊടുത്തൊരു റീ വേൾഡ് കപ്പാണ്. അവരെല്ലാം മുമ്പിൽ നമ്മൾ നേടി കാണിച്ചു കൊടുത്തു. നമ്മളെ സ്പെയിനിന്റെ യുവതരം ഇപ്പോഴും ശക്തമാണെന്നുള്ളത്. കഷ്ടപ്പെട്ട് നേടിയ വിജയം. 37 മത്സരം കളിച്ചു നേടിയ വിജയം. കഷ്ടപ്പെടല്ല, കളിച്ചു നേടിയ വിജയം. പ്യൂർ ഡൊമിനൻസോട് നേടിയ വിജയം. അർജന്റീന കളിച്ചില്ല എന്ന് തോന്നുന്നുണ്ടോ? ബോള് കിട്ടിയിട്ടില്ല. അർജന്റീനക്ക് ബോൾ തൊടാൻ സമയം കിട്ടിയിട്ടില്ല. കൊടുത്തില്ല സത്യം. ഉനായ് സൈമണിന് ഗോൾഡൻ ഗ്ലൗ കിട്ടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങോട്ട് എങ്ങനെ 0 ഷോട്ട്സ് ഓൺ ടാർഗറ്റ്, 0 അറ്റംപ്റ്റ്സ് എങ്ങനെ? എന്തായാലും ആരാധകരൊക്കെ വലിയ സന്തോഷത്തിലാണ്. കാരണം അവർ പറഞ്ഞതുപോലെ തന്നെയാണ്, അർജന്റീനക്ക് ബോൾ കൊടുത്തില്ല സ്പെയിൻ. മുഴുവൻ സമയവും ബോൾ പൊസിഷൻ സ്പെയിൻ്റെ പക്കലായിരുന്നു കളി. അത് അവർ അവസാനം വരെ കൊണ്ടെത്തിച്ചു. അവസാനം അവർ ഗോൾ നേടി. അവസാനം 2010 ശേഷം 16 വർഷങ്ങൾക്കിപ്പുറം സ്പെയിൻ ലോക ചാമ്പ്യന്മാരായിരിക്കുകയാണ്.